നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്. ഉമ്മാനെ കൊണ്ട് വീട് കൂടിയിരിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് കുറ്റിയടിപ്പിക്കുക. ഇത് പുതിയൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനമാണ്. സത്യത്തിൽ ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മയ്ക്ക് പ്രത്യേകത വരുന്നത്, എൻ്റെ ഉമ്മയ്ക്ക് എനിക്ക് പ്രത്യേകത, അത് ഉമ്മ ഞാൻ ബഹുമാനിക്കണം. എൻ്റെ ഉമ്മയെ ഞാൻ ബഹുമാനിക്കണം. ഞാനൊരു മകനായിരിക്കും എൻ്റെ ഉമ്മയെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. അത് എൻ്റെ ഒരു കടമയാണ്. പക്ഷെ എൻ്റെ ഉമ്മക്ക് ഉമ്മ എന്നൊരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പക്ഷെ തങ്ങന്മാർ അങ്ങനെയല്ല. അവർ പ്രത്യേകതയുള്ളവരാണ്. തങ്ങന്മാർ പ്രത്യേകതയുള്ളവരാണ്. അവർ ജന്മന ബറക്കത്തുള്ള ആളുകളാണ്. താബിഈങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കളിൽ ഒരാളാണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഉവൈസുൽ ഖറനിയെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചാൽ താങ്കൾക്ക് പുറത്തു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ. തള്ളപ്പെടൂല. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറിന് വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ. എന്തായിരുന്നു കാരണം? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അത്രക്ക് സീരിയസ് ആയി എടുക്കുന്ന സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഖറൻ എന്ന് പറയുന്നത് യമനിലൊരു പ്രദേശമാണ്. അപ്പൊ യമനിലുള്ള ഉവൈസ് വരുമെന്ന് റസൂലുള്ള പറഞ്ഞത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് ഉറപ്പാണ്. അതുകൊണ്ട് യമനിൽ നിന്ന് ആര് വന്നാലും ചോദിക്കും, ഉവൈസ് ഉണ്ടോ, ഉവൈസ് ഉണ്ടോ, ഉവൈസ് ഉണ്ടോ. ഒരു ദിവസം ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. നിങ്ങളെ പേരെന്താണ്? ഞാൻ ഉവൈസ്. ഖറൻ എന്ന പ്രദേശത്തു നിന്നാണോ? അതെ. നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടോ? അതെ, ഉമ്മ ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ പാണ്ടുണ്ടായിട്ട് അവസാനം അള്ളാഹു സുഖപ്പെടുത്തി ഒരു ദിർഹമിൻ്റെ അത്രയും ഭാഗം ഒഴികെ ബാക്കിയെല്ലാം സുഖപ്പെട്ട ഒരവസ്ഥ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ നിങ്ങളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിരിക്കുന്നത് ഈ അടയാളങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, അങ്ങനെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം വന്നാൽ താങ്കൾക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി. ആരോടാ പറയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമറിനോട് പറയാണ്, ഇസ്തിഗ്ഫാറിനെ തേടാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ. എന്തായിരുന്നു കാരണം? സത്യസന്ധമായി ഉമ്മയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി. റസൂല് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള വ്യക്തിത്വമാണ്. സഹാബിയാവാൻ ഭാഗ്യമുണ്ട്. പക്ഷെ ഉമ്മാനെ വിട്ടെങ്ങനെ പോകും? ഉമ്മാനെ നോക്കാൻ ആളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ പ്രിയപ്പെട്ടവരെ? പക്ഷേ ഇങ്ങിവിടെ ഉമ്മ, അപ്പുറത്ത് റസൂലുള്ള. ഈ യുദ്ധത്തിൽ ഉമ്മാക്ക് പരിഗണന കൊടുത്തു. അൽഹംദുലില്ലാഹ്, അർഹിക്കുന്ന സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയത്.